നമ്മളെ നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോകും അല്ലേ. അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും അല്ലേ. അതിനകത്ത് ക്രൈസിസ് വരാണ്ട് നമ്മൾ നോക്കണം. അതിനകത്ത് ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ നമ്മളെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നമ്മുടെ ഒരു എന്നാ പറഞ്ഞേ പതർച്ചയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. അതായത് വേറെ എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ നമ്മളെ ചോദ്യം ചെയ്ത് നമുക്ക് എപ്പോഴും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അടിമയാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇല്ലേ. ഇപ്പം എന്നെ കേൾക്കുന്നതിൽ ഒരു 1000 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾക്കെങ്കിലും എന്നെ ഞാൻ പറയുന്നത് മനസ്സിലായെങ്കിൽ ഞാനത് വിജയിച്ചു. കാരണമുണ്ട്, ഒത്തിരി പേര് ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാ പ്രതിസന്ധിയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്തു കഴിഞ്ഞാലും നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെറും മോശക്കാരാക്കി കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. എന്തുകൊണ്ടാണെന്നറിയത്തില്ല, അവർക്കൊരു വിജയത്തിന് വേണ്ടിയിട്ട് അവർ നമ്മളെ മോശക്കാരാക്കുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മളെ മോശക്കാരാക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്താൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്താണോ, അവർക്ക് യാതൊന്നും നമ്മളുടെ ഭാഗത്തു നിന്നും കൊടുക്കാനോ കിട്ടാനോ കാണില്ല. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായം നമുക്കായിരിക്കും അവർ തരാനുള്ളത്. നമ്മൾ ചെയ്ത സഹായങ്ങൾക്ക് ഒരു പ്രതിഫലം പോലും നമുക്ക് തന്നിട്ടും കാണില്ല. പക്ഷേ എങ്കിലും അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാവോ? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ചിലർ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ. ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരിക എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അടിമയാക്കി വെക്കുക എന്നാണ്. ഇത് രണ്ടും നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ദുഃഖമുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ലോകം മുഴുവൻ കള്ളപ്രചരണങ്ങൾ കൊണ്ട് നടക്കുകയും ചെയ്യും ഇല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കും ഞാനേതോ അനുഭവിച്ചത് കൊണ്ടായിരിക്കും പറയണേന്ന്. അനുഭവം എനിക്കുണ്ട്, എങ്കിലും ഒത്തിരി ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇതുപോലെയുള്ള ജീവിതത്തിലെ മുഴുവൻ സമയം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവർക്ക് പുറത്ത് പറയാൻ പോലും പറ്റില്ല. കാരണം അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് പുറത്ത് പറയാൻ പറ്റുമോ? അവർ കുടുംബത്തെ മോശപ്പെടുത്തണ്ട എന്നോർത്തോണ്ട് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് രക്ഷയില്ലല്ലോ. ഒരിക്കൽ പോലും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഈ കുടുംബാംഗങ്ങളുടെ കാര്യമായതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ അല്ല, ഇങ്ങനെ കുടുംബാംഗങ്ങളുടെ കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. ഒരിക്കൽ പോലും നമ്മൾ മറ്റുള്ളവരെ മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കുക. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക. അത് എവിടെയാ പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് അവിടെ തീർക്കുക. അതിൽ വീട്ടിലുള്ളവർ മുൻകൈ എടുക്കുക. അതായത് പുറത്തേക്ക് അത് വിടാണ്ടിരിക്കാൻ ശ്രമിക്കുക. പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും അല്ല ദോഷം, അവനവനക്ക് പറയുന്നവർക്ക് തന്നെയായിരിക്കും ദോഷം ഇല്ലേ. പലരുമുണ്ട്, അവനവൻ സത്യസന്ധനായി തെളിയിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങൾ ന്യായീകരിക്കും, പലതും അഭിനയിക്കും, ഇല്ലായികയും വല്ലായികയും അഭിനയിക്കും. ഇവർക്ക് നല്ല വശ. ഇവർക്ക് ഓസ്കാർ അവാർഡ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന എന്നാണെന്നറിയാമോ? നമ്മൾ അങ്ങനെയുള്ള ദയനീയത അഭിനയിക്കുന്നവരുടെ കൂടെ അധികം ആൾക്കാർ കൂടും. കാരണം അവർ പാവങ്ങൾ, അവർ ഒന്നുമില്ലാന്ന്. പക്ഷെ അവരുടെ ഉള്ളിലൊരു ക്രൂരമായ മനസ്സുണ്ടെന്ന് ആരും അറിയില്ല. അവർ എന്നെന്താ പറഞ്ഞാൽ ശത്രുക്കളെ വിളിച്ചു വരുത്തുക ചെയ്യുന്നത്. അവർ മറ്റുള്ളവരുടെ കേക്ക് വെച്ച് ഏതെങ്കിലും ഒരു കുടുംബത്തെ അവർ ടാർഗറ്റ് ചെയ്തെങ്കിൽ ആ കുടുംബത്തെ മോശമാക്കാൻ വേണ്ടിയിട്ട് അവർ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കും. ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അവരെ മോശക്കാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ സാമ്പത്തികമായിട്ടാട്ടെ അല്ലാതെയാട്ടെ എല്ലാ രീതിയിലും അവരെ മോശക്കാരാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വെക്കാണ്ടിരിക്കുക. നമുക്ക് ഉള്ളത് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ കിടക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ അവിടുന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമെങ്കിലേ പോയി കിടക്കാവുള്ളൂ, എങ്കിലേ സ്വൈര്യം കിട്ടുള്ളൂ. എന്നാലും കിട്ടൂല. എന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഫോണൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെയുള്ളത്, നമ്മുടെ കൺവെട്ടത്ത് പോലും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവരുടെ കണ്ണിൽപ്പെടാതെ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളെവിടെയെങ്കിലും പോയേക്കുക, ഒരു കാര്യത്തിലും പിന്നീട് ഇടപെടാതിരിക്കുക. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം 10 പ്രാവശ്യം നമ്മൾ ഇടപെട്ടു, അവരുടെ കാര്യങ്ങൾ ഉള്ളപ്പോൾ അവർ നമ്മളെ വിളിക്കുന്നു, നമ്മൾ പോകുന്നു.
പക്ഷേ പിന്നീട് നമുക്ക് കിട്ടുന്നത് ഇത് കൂട്ടുള്ള പാരപ്പണികളാണെന്നറിഞ്ഞാലും നമ്മൾ പിന്നെ അവരെ കിഴിഞ്ഞു നിൽക്കുമ്പോൾ അവരോർക്കണേ എന്നാണെന്നറിയാവോ, നമ്മൾ അവരുടെ അടിമകളാണെന്നാണ്. അതിൽ നിന്ന് നമ്മൾ ഒഴിവാകുക. നമ്മളെ ഒത്തിരി കാലം ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം നരകതുല്യമായിപ്പോൾ ഒത്തിരി കാലം ചൂഷണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് ശാപം കിട്ടിയ പോലെ ആയിപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പിന്നെ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് എന്തെങ്കിലും ഐഡൻറ്റിറ്റിയിൽ എന്തെങ്കിലും എന്താ പറയണേ, ആരെങ്കിലും നമ്മളുടെ ഇടപെടുന്നുണ്ടോ എങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ കൊണ്ടൊരു ഗുണം ചെയ്താൽ അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാവരും കാണണമെന്നൊന്നുമില്ല. ഒരാൾക്ക് ജീവിതത്തിൽ കാരണമുണ്ട്. ഇങ്ങനെയുള്ള നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റും. നമുക്കറിയില്ല അവരെ നമ്മളെങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നതെന്ന്. ഞാൻ ചില വീഡിയോകൾ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് എന്താ ഇങ്ങനെ വിഷമം, ചേച്ചിക്ക് എന്നാ പറ്റിയേ, ചേച്ചിക്ക്. ജീവിതം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപൂർവം പേർക്ക് മാത്രമേ സന്തോഷം കാണുള്ളൂ അല്ലേ. ഞാനും പല പ്രതിസന്ധി കൂടെയും പല കാര്യങ്ങളിൽ കൂടെ ഞാനും ജീവിതത്തിൽ കടന്നുപോയ വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ചില കൊച്ചു കൊച്ചു വീഡിയോകളായിട്ടിടുന്നത്. അപ്പം എനിക്ക് ആർക്കെങ്കിലുമൊക്കെ ഗുണം ഇതും കൊണ്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച ശേഷം ചില വീഡിയോകൾ ഇടുന്നത്. ഇട്ടോളാൻ പറയും, അതിനെ അമ്പിളിക്ക് പറയാനുള്ള പറഞ്ഞോ എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചത് എന്നാണെന്നറിയാം, അപ്പം ഞാൻ പറയുമ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഒരാൾക്ക് ഉണ്ടായാൽ അതൊരു സന്തോഷമുള്ളതല്ലേ. അത് മനസ്സിലാക്കുക. നമ്മളെ ചൂഷണം ചെയ്യാനവരുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ബാക്കി എല്ലാ ക്രൈസിസും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് എന്താണേലും. പക്ഷെ നമ്മുടെ ഐഡൻറ്റിറ്റീനെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. നമ്മളെ എപ്പോഴും എന്നാ പറയണേ, നമ്മളൊരു നെഗറ്റീവ് പേഴ്സണാണെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അത് എത്ര വലിയ ബന്ധമാണെങ്കിലും ഒഴിവാക്കി കളഞ്ഞേക്കുക. ആ ബന്ധത്തിൻ്റെ ആവശ്യമില്ലാന്നേ നമുക്ക്. അങ്ങനെയുള്ള ബന്ധമാണോ? അവർ ചുമ്മാ പറയുന്നതല്ലേ ഉള്ളൂ. നമ്മളെ കൂടപ്പുറപ്പായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളായിരിക്കാം എന്നൊക്കെ അവർ ചുമ്മാ പറയുന്നതല്ലേ ഉള്ളൂ. അവർക്ക് ബന്ധമില്ല. അതുകൊണ്ടാണ് അവരെ നമ്മളെ പിന്നെ അംഗീകരിക്കാതിരിക്കുന്നത്. നമ്മളെ പിന്നെ അവർ കൊണ്ട് കുഴി ചാടിക്കുന്നത്. അവർക്ക് ബന്ധം എന്ന് പറയണ ഇല്ലാത്ത അവരുടെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടവരൊന്നും ആയിരിക്കില്ല. അത് ഉറപ്പായ കാര്യമാണ്. നമ്മളോട് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നമ്മളെ ഉപയോഗിച്ച ശേഷം കറിവേപ്പില പോലെ അവരെടുത്ത് കളയില്ല. ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു, നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടരെ ഉണ്ടാകാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഒരു പ്രാവശ്യം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ 5 പ്രാവശ്യം ഉണ്ടായിക്കോട്ടെ, നമ്മൾ സഹോദരങ്ങളാണെന്നോ അല്ലെങ്കിൽ കൂടപ്പുറപ്പുകളാണെന്നോ ഓർത്ത് നമ്മൾ ക്ഷമിച്ചു എന്നിരിക്കും ഇല്ലേ. തുടരെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇതൊന്ന് സൂക്ഷിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ഐഡൻറ്റിറ്റീനെ കയറി ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. പിന്നെയുണ്ട്, എല്ലാം ലെറ്റ് ഗോ അടിച്ചു വിടുക. ആ വാക്ക് എന്ത് അർത്ഥമുള്ള വാക്കാണെന്നറിയാവോ? ജീവിതത്തിൽ പലതും നമ്മൾ മറക്കേണ്ടതായിട്ട് വരും. അതിനെയൊക്കെ ലെറ്റ് ഗോ അടിക്കുക. ലെറ്റ് ഇറ്റ് ഗോ, അതാണ് വേണ്ടത്. ലെറ്റ് ഇറ്റ് ഗോ അടിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ കുറേ മറക്കാൻ സാധിക്കും. എന്നോർത്തോണ്ട് എല്ലാം ഒന്നും മനസ്സിൽ നിന്ന് പോയി എന്നും വരില്ല കേട്ടോ. എല്ലാവരുടെയും മനസ്സിൽ നിന്ന് എല്ലാം ഒന്നും നീക്കം ചെയ്യാനൊന്നും എളുപ്പം സാധിക്കില്ല. എങ്കിലും കുറച്ചൊക്കെ നമുക്ക് മറവിയിലേക്ക് വിടാൻ നമുക്ക് സാധിക്കും അത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ലെറ്റ് ഇറ്റ് ഗോയൊക്കെ അടിച്ച് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം.